വിദേശത്ത് പോകുന്ന മലയാളി റോഡിൽ വേസ്റ്റ് ഇല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ റോഡിൽ വേസ്റ്റ് ഇടും. അപ്പം പ്രശ്നം വ്യക്തികളുടെയോ സിസ്റ്റത്തിൻ്റെയോ? നോക്കിയാലോ. ആദ്യം അയർലൻഡിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയാം. ഇവിടെ ജനറൽ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, റീസൈക്ലിംഗ് വേസ്റ്റ് ഇവയെല്ലാം നിക്ഷേപിക്കാനായിട്ട് 3 കളറിലുള്ള പ്രത്യേകം ബിന്നുകളുണ്ടാവും. ഈ ട്രാഷ് ബിന്നുകൾ ഓരോന്ന് വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുന്നു. അപ്പം ഗാർബേജ് ട്രക്ക് വന്ന് ഇത് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയത്ത് തന്നെ അതിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്പിൽ അതിൻ്റെ വെയിറ്റ് നമുക്ക് തന്നെ കാണാൻ പറ്റും. എന്നിട്ട് എല്ലാ മാസവും നമ്മുടെ നാട്ടിൽ കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലൊക്കെ അടയ്ക്കുന്ന പോലെ തന്നെ വേസ്റ്റിന് ഇവിടെ ഒരു ബില്ലടയ്ക്കുന്നു. പുറത്തും ഇതുപോലെ തന്നെ പബ്ലിക് ബിൻസ് ഉണ്ടാവും. സ്ട്രീറ്റ്സ്, പാർക്സ്, ബസ് സ്റ്റോപ്പ്, ബീച്ചസ്, ഷോപ്പിംഗ് ഏരിയാസ് ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കണ്ടെത്താവുന്ന ദൂരത്ത് അടുപ്പിച്ചടുപ്പിച്ച് ബിൻസ് ഉണ്ടാവും. ഇതുകൂടാതെ ഡോഗ് വേസ്റ്റ് ബിന്നുണ്ട്. ഡോഗിനെ നടത്തിക്കാൻ കൊണ്ടുപോകുന്നവർ നമ്മുടെ കയ്യിൽ തന്നെ കരുതുന്ന ഒരു ബാഗിൽ ഡോഗിൻ്റെ ലിറ്റർ എടുത്തിട്ട് ഈ ബിൻസിൽ നിക്ഷേപിക്കണം. ഇനി വഴിയിലുള്ള ലിറ്ററിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് CCTVs, ലിറ്റർ വാർഡൻസ്, പബ്ലിക് റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി ലിറ്ററിങ്ങിൻ്റെ സ്പോട്ട് ഫൈൻ എന്ന് പറയുന്നത് 150 യൂറോയാണ്. അത് 250 യൂറോ ആയിട്ട് ഉയർത്താനായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കോർട്ട് വരെ എത്തിയാലും 4000 യൂറോ വരെ പിഴയടയ്ക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കാര്യം എടുത്താലോ. നമുക്ക് വഴിയിൽ സാധനങ്ങൾ വലിച്ചെറിയാം, ഇഷ്ടമുള്ളിടത്ത് തുപ്പാം, ഇഷ്ടമുള്ളിടത്ത് മൂത്രം ഒഴിക്കാം. എനിക്കറിയാം ഗാർബേജ് ട്രക്കും ട്രാഷ് ബിന്നും പരിപാടിയൊന്നും നാട്ടിൽ പോസിബിൾ അല്ല. കാരണം ഇവിടെ കുറേ എസ്റ്റേറ്റുകളായിട്ട് വീടുകൾ പണിയുന്നത് ഓരോ കമ്പനികളാണ്. കൗണ്ടി കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടി പണിയുന്ന വീടുകളുടെ മുമ്പിൽ കൂടെ ഒരു ട്രക്ക് പോകാനുള്ള വഴിയുണ്ട്. അത് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഓരോ സ്ഥലത്തൂടെയും ട്രക്ക് പോകാനുള്ള വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാട്ടിലുള്ള ഹരിത കർമ്മസേനയുടെ സേവനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ എക്സ്പാൻഡ് ചെയ്യണം. ഓരോ പഞ്ചായത്തിലും മാലിന്യ സംസ്കരണത്തിനുള്ള വലിയ പ്ലാന്റുകൾ വരട്ടെ. പഞ്ചായത്ത് തലത്തിൽ തന്നെ വലിയ വേസ്റ്റ് ബിന്നുകൾ നിക്ഷേപിക്കണം. അത് സ്കൂള്, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ബീച്ചുകൾ, ഗവൺമെൻറ് ഓഫീസസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ഇതൊക്കെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ വന്നതുപോലെ CCTV ക്യാമറകൾ വരട്ടെ. ആളുകൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് സംവിധാനമോ എന്തെങ്കിലും വരണം. പിന്നെ നിർബന്ധമായിട്ട് 1000 രൂപയെങ്കിലും ഫൈൻ കൊണ്ടുവരണം. ഇതൊക്കെ ജനങ്ങൾ സഹകരിക്കുമോ? ഹെൽമറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കിയപ്പോഴും ക്യാഷ് പേയ്മെൻറ്റ് മാറി ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നപ്പോഴും നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടതല്ലേ. സലിത് കുമാറിന് 1 കോടി രൂപയുടെ സ്മാരകം പണിയുന്നതാണോ ഇതുപോലെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണോ നല്ലത്? തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇനി വിഷയത്തിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തെന്നി മാറാവേ. ഞാൻ ഫാദേഴ്സ് ഡേയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേലും എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ജോലി ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനകത്ത് ഞാനില്ല, എൻ്റെ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുവാണേ, കേട്ടിട്ട് ഈ ചേച്ചി ഇച്ചിരി മുറ്റാണെന്നാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ കഷ്ടകാലം എൻ്റെ അച്ഛനാണ് ആ മുറ്റ്. അയർലൻഡിൽ വന്നപ്പോൾ ആ മനുഷ്യന് ഒരു ഗ്ലാസ് ചായ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയത്തില്ലായിരുന്നു. പുള്ളിയുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ സൗദിയിലും നാട്ടിലുമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഹോസ്റ്റലുകളിലാണ് ജീവിച്ചത്. അവിടെ നിന്ന് തന്നെ ഫുഡും കിട്ടുമായിരുന്നു. ഇനി വീട്ടിലാണെങ്കിലും പാലായിലെ ഒരു പഴയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി. അവിടെ ആണുങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കയറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ വീട്ടിലെ രീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡ് അമ്മ ഉണ്ടാക്കും. രാവിലെ പല ബ്രേക്ക്ഫാസ്റ്റ് ആ വീട്ടിലുണ്ട്. അല്ലെങ്കിൽ രാത്രിയിൽ ഇപ്പം 11 മണിക്ക് കഴിക്കാൻ പറ്റുന്നവർക്ക് അപ്പം, മീൻ വറുത്തും പപ്പടം വറുത്തും ഒക്കെ കൊടുക്കും. ഫുഡ് ചൂട് ഭക്ഷണം അപ്പം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം 1 മണിയായാലും 2 മണിയായാലും ആരെങ്കിലും എല്ലാവരും കഴിച്ച് അവരുടെ ഭക്ഷണം കഴുകി വെച്ചിട്ടാണ് അമ്മ കിടക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ സ്ത്രീകൾ ഇങ്ങനെയാണ്. സ്ത്രീകൾ എത്ര അസുഖം വന്നാലും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, ഇതാണ് അവരുടെ കടമ. ആണുങ്ങൾ വെറുതെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വരേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ച ഒരു മനുഷ്യനെ ഇവിടെ വന്ന് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ പറ്റിയത് എൻ്റെ കാര്യപ്രാപ്തി തന്നെയാണ്. പിന്നെ ഈ പ്രായത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു കുടുംബജീവിതത്തിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അവരുടെ ഭാവിക്ക് നല്ലത് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രായത്തിൽ മാറാൻ തയ്യാറായത് ആ മനുഷ്യൻ്റെ മനസ്സ്. മനുഷ്യൻ്റെ സൈക്കോളജി എന്നാണെന്നറിയാമോ? നമ്മളെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റൊരു ആൾ ചെയ്ത് കാണുമ്പം അതൊരു മോശം കാര്യമാണ് നമ്മളെ തന്നെ പറഞ്ഞങ്ങ് പഠിപ്പിക്കും. എന്നിട്ട് അതിനെ റിബൽ ചെയ്യും. അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്.